നിറവിലേക്ക് സ്വാഗതം. നീ ചെയ്യുന്നത് നന്നായി ചെയ്യുക, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ യജ്ഞിക്കുക, ഞാൻ നിനക്ക് പ്രതിഫലം തരും. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ നിറവ് നമുക്ക് ആരംഭിക്കാം. അലോഷി കാവിൽ ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. കുരിശിൻ്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെൻ്റെ മുറിവുകൾ മാഞ്ഞു പോ കരുണാമയ തിരുമുറിവാക്കുമി തിരുനിണധാരയിൽ ഞാനലിയാ തിരുനിണധാരയിൽ ഞാനലിയാ തിരുക്കുരിശിൻ്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെൻ്റെ മുറിവുകൾ മാഞ്ഞു പോ. സഹനമിപ്പൂവുകൾ അലിവോടെൻ ദൈവമിൻ പ്രാണനിലേകിയ സ്നേഹസമ്മാനമായി സകലവും നന്മയായി തീരുമാ കൈകളിൽ സങ്കീർത്തനം പോലിൻ നൊമ്പരരാവുകൾ നീ മാത്രമാണെൻ്റെ സ്നേഹിതൻ.
വിരിച്ചു ഞാൻ പ്രാർത്ഥിച്ചു നിൽക്കവേ പിന്നിൽ തെളിഞ്ഞൊരു ക്രൂശിൻ നിഴൽ പാട് ഉറവുകളൊന്നൊന്നായി നിറവുകളായിതാ കരുണാമയ നിന്റെ തിരുഹൃദയച്ചൂട് കുരിശിൻ്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെൻ്റെ മുറിവുകൾ മാഞ്ഞു പോ. വിവാഹം മാന്യമാണോ? ജീവിതം പരിശുദ്ധിയുള്ളതാണോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയുമായി ബ്രദർ ശശി ഇമ്മാനുവേലാണ് തോട്ട്സ് ഫോർ ലൈഫിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രിയമുള്ളവരെ, 1884 ഒരു മെത്രാനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ഒരാൾ തൻ്റെ അമ്മയെ കാണാൻ ചെല്ലുകയാണ്. തൻ്റെ ആ മെത്രാഭിഷേകത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് തനിക്ക് ലഭിച്ച ആ അഭിഷേകത്തിൻ്റെയും അധികാരത്തിൻ്റെയൊക്കെ മോതിരം വലിയ ആകാംക്ഷയോടെ ആ മകൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ ആ അമ്മ തിരിച്ച് മകന് മറ്റൊരു മോതിരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞാനിത് വിരലിൽ അണിഞ്ഞതുകൊണ്ടാണ് അത് ഇന്ന് നിന്റെ കയ്യിൽ കിടക്കുന്നത്. തൻ്റെ മകൻ കാണിച്ചു കൊടുത്ത ആ ഒരു മോതിരം എന്നൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചുംബിക്കുന്നു, സെൽഫി എടുക്കുന്നു, മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അതൊക്കെ ഒരു നല്ല ഒരു അഭിനയമൊക്കെ ആക്കി മാറ്റാം. പക്ഷെ വിശുദ്ധയായ ആ മെത്രാൻ്റെ അമ്മ മകൻ്റെ മോതിരം ചുംബിക്കുന്നതിന് മുമ്പ് തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന പവിത്രമായ മറ്റൊന്ന് മകന് കാണിച്ചു കൊടുക്കുന്നു, തൻ്റെ വിവാഹമോതിരം. ഈ മകനാണ് പിന്നീട് കർദിനാളായും മാർപ്പാപ്പയായും വിശുദ്ധനായും സഭയെ അനുഗ്രഹിച്ച വലിയ ശ്രേഷ്ഠനായ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ഇന്ന് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ. കാരണം ഒരു കുടുംബം അമ്മയണിയുന്ന വിവാഹമോതിരത്തിന് മകൻ്റെ വിരലിൽ കിടക്കുന്ന മെത്രാൻ്റെ മോതിരമായിട്ടും പിന്നീടത് മാർപ്പാപ്പയുടെ ഒരു അധികാരമുള്ള അല്ലെങ്കിൽ അഭിഷേകമുള്ള മോതിരമായിട്ടും വിശുദ്ധിയായിട്ടുമൊക്കെ മാറാനുള്ള അഭിഷേക ശക്തിയുണ്ട് എന്ന് ശത്രുവിനറിയാം. അതുകൊണ്ടാണ് വിശുദ്ധനായ പണ്ഡിതനായ ഫുൾട്ടൻ ജെഷീൻ വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ ഒരു പുസ്തകത്തിന് 3 to get married എന്ന് പേരിട്ടത്. ഇത് ഭാര്യയും ഭർത്താവും ക്രിസ്തുവും ചേർന്ന് അർപ്പിക്കുന്ന ഒരു ബലിയാണ്. ഭാര്യയും ഭർത്താവും ക്രിസ്തുവും ചേർന്ന മുപ്പിരിച്ചരടാണ് ക്രിസ്തീയ ദാമ്പത്യമെന്ന് പറഞ്ഞതും ഷീൻ മെത്രാനാണ്. സുഹൃത്തായ ഒരു ഡോക്ടർ അദ്ദേഹം പറയുകയാണ്, തൻ്റെ കൂടെ MBBS പഠിച്ച 50 പെൺകുട്ടികളും 50 ആൺകുട്ടികളും ഉള്ള ഒരു ബാച്ചാണ്. ഈ 50 പെൺകുട്ടികളിൽ 5 പേര് ഹൗസ് റെൻസി ഒക്കെ ആകുമ്പോഴേക്കും കല്യാണം നിശ്ചയിക്കുന്നു, വിവാഹത്തിലേക്കൊക്കെ കടക്കുന്നു. ഈ ഡോക്ടർ പറയുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ
4 പേരും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു, വിവാഹമോചിതരായി. ചോദ്യം അദ്ദേഹത്തിൻ്റെ ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഡോക്ടർ ജോർജ് സാമുവേൽ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സർജൻ ഉണ്ട്. അദ്ദേഹം ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വി ആർ ടീച്ചിങ് അവർ ചിൽഡ്രൻ ഹൗ ടു മേക്ക് എ ലിവിങ്, വി ആർ നോട്ട് ടീച്ചിങ് ദം ഹൗ ടു ലിവ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും ഒക്കെ പഠിപ്പിക്കുന്നു. പക്ഷെ ജീവിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോകുന്നു. ഒരു ആത്മീയ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരുന്നു, ഒരു പെൺകുട്ടിയെ മാതൃത്വത്തിലേക്ക് ഒരുക്കുന്ന ഇടം വീടാണ്. ഒരു ആൺകുട്ടിയെ ഉത്തരവാദിത്തമുള്ള പിതൃത്വത്തിലേക്ക് രൂപപ്പെടുത്തുന്ന ഇടവും വീട് തന്നെയാണ്. അതുകൊണ്ട് വി ആർ ടീച്ചിങ് അവർ ചിൽഡ്രൻ ഹൗ ടു മേക്ക് എ ലിവിങ്. നീ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, BEd എടുക്കണം, അല്ലെങ്കിൽ പല വഴികൾ കാണിച്ചു കൊടുക്കുമ്പോഴും വി ആർ നോട്ട് ടീച്ചിങ് ദം ഹൗ ടു ലിവ്, എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ മറന്നുപോകുന്നു. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മനോഹരമാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നു, വിവേകവതിയായ ഭാര്യ, ഭർത്താവെന്നും വായിക്കാം, ദൈവത്തിൻ്റെ ദാനമാണ്. വീടും സമ്പത്തും പിതാക്കന്മാർ തരും, വിവേകമുള്ള ഒരു ഭാര്യയും അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കൽ ഒരു വിവാഹം നടക്കുകയാണ്. കുർബാന തുടങ്ങി താലി കെട്ടലൊക്കെ കഴിഞ്ഞ് ആ ബലിപീഠത്തിൽ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് വധു എല്ലാവരുടെയും നടുവിൽ കുഴഞ്ഞു വീണു. അപസ്മാരാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് മാതാപിതാക്കളൊക്കെ വന്ന് കാര്യമൊക്കെ ക്രമപ്പെടുത്തി അവൾ എഴുന്നേറ്റ് നിന്നു. ബലിയർപ്പണം കഴിഞ്ഞു. ബന്ധുക്കൾക്കിടയിൽ ചർച്ചയായി. ചെറുക്കൻ്റെ വീട്ടുകാർ ശക്തിയുക്തം വാദിച്ചു, നമ്മൾ ഈ ബന്ധം ശരിയാവില്ല, ചതിച്ചതാണ്. ഈ സത്യം മൂടി വെച്ചിട്ട്, ഈ രോഗിയാണ് എന്ന കാര്യം മൂടി വെച്ചിട്ട് നമ്മളെ കബളിപ്പിച്ചത് കൊണ്ട് നമുക്കിവിടെ വെച്ച്, ഇനി വേറെ സാക്ഷികളൊന്നും വേണ്ടല്ലോ, പള്ളിയിൽ തന്നെ അതുണ്ടായിക്കണേ, നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ബന്ധുക്കളുടെയൊക്കെ വലിയൊരു സമ്മർദ്ദം, മാതാപിതാക്കളും അതിന് വഴങ്ങുന്നൊരു സന്ദർഭത്തിൽ ആ ചെറുപ്പക്കാരൻ, ആ പയ്യൻ വിവാഹം കഴിഞ്ഞ് ആ വസ്ത്രത്തോടുകൂടെ അയാൾ പറഞ്ഞു, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെയും അവൾക്കൊരു കുഴപ്പമില്ല, അവൾ കുഴഞ്ഞു വീണിട്ടില്ല. താലി കെട്ടിയതിന് ശേഷമാണ് അവൾ താഴെ വീണതെങ്കിൽ ദൈവം ഇത് എനിക്ക് അനുവദിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഭാര്യ മതി. പിന്നെ കുറച്ച് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു, ചില ബന്ധുക്കളൊക്കെ കളം വിട്ടു പോകുന്നു. പക്ഷേ ആ പെൺകുട്ടിയെ തൻ്റെ ജീവിത പങ്കാളിയായിട്ട് അയാൾ സ്വീകരിച്ചു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇങ്ങേരോട് പറഞ്ഞു, കുട്ടിക്കാലത്ത് എപ്പോഴോ അങ്ങോട്ട് വന്നിട്ടുണ്ട്, പിന്നീട് ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ടെൻഷനും വീഡിയോ ലൈറ്റും ഒക്കെ കൂടെ വന്നപ്പോൾ സംഭവിച്ച, അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ചതിച്ചൊന്നുമല്ല, അവൾക്ക് അങ്ങനത്തെ ഒരു അസുഖം ചൈൽഡ്ഹുഡിലോ മറ്റോ വന്നതല്ലാതെ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കാത്ത തർക്കത്തിനൊടുവിൽ ഈ ചെറുപ്പക്കാരൻ്റെ ധീരമായ വാക്കുകൾ അവിടെ ഒരു തീരുമാനമായിട്ട് മാറി. അയാൾ ആ പെൺകുട്ടിയെ സ്വീകരിച്ചു. ആ കുടുംബം പിന്നീട് 2-3 കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൽ ജനിക്കാനിടയാവുന്നു. സ്വസ്ഥതയും ശാന്തതയുമുള്ള ഒരു ഭവനമായിട്ട് മാറുന്നു. പിന്നീട് അധികമൊന്നും അവർക്ക് രോഗം വന്നിട്ടുമില്ല. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു. വചനം പറയുകയാണ്, വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ക്രൈസ്തവ പശ്ചാത്തലമൊന്നുമില്ല. അവരുടെ വിരലിൽ വിവാഹമോതിരം ഇങ്ങനെ ഇറുകിക്കിടക്കുന്ന കണ്ടിട്ട് ഇതെന്തുകൊണ്ടാണ് ഊരാറില്ലേ എന്ന് ഫലിത രൂപത്തിൽ ആരോ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അയ്യോ ഇതൊക്കെ എങ്ങനെ ഊരിക്കളയുക, എങ്ങനെ ഊരി മാറ്റുക, അന്ന് അണിഞ്ഞിരിക്കുന്നതാണ്. ഒരുപക്ഷെ അവരിടയ്ക്കൊക്കെ
ഏതെങ്കിലും സമയത്ത് ഊരി എടുക്കുന്നുണ്ടാവാം, പക്ഷെ അപ്പോൾ തന്നെ തിരിച്ചു വെച്ച് പവിത്രമായിട്ട് കരുതുന്ന ഒന്നാണ് അവരുടെ ആ വെഡ്ഡിങ് റിങ്. തിരുവചനം പറയുകയാണ്, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹം മാന്യമാണോ, ജീവിതം പരിശുദ്ധിയുള്ളതാണോ എന്നൊക്കെ നമുക്ക് ആത്മപരിശോധന ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മാരേജ് ഈസ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോളിനെസ്. വിവാഹം, മാരേജ് ഈസ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ്, അത് സന്തോഷത്തിൻ്റെയും അടിച്ചുപൊളിയുടെയും ആഘോഷം അല്ല, അത് വിശുദ്ധി കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ദൈവ വിളിയാണ് എന്ന് വായിച്ചത് ഓർക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വന്നാൽ മനോഹരമായൊരു വിവാഹത്തെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലാണ്. ഓർക്കണം, യോഹന്നാൻ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്രമത്തിലും അതുപോലെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ആവശ്യമില്ലാത്ത ഒന്നും ആൾ പറയില്ല. ക്രിസ്തുവിൻ്റെ വശത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞിട്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വിവാഹത്തെക്കുറിച്ച് പറയുന്നു. അത് നടക്കുന്ന ഗലീലിയിലെ കാനായിലാണ്. 3 കാര്യങ്ങൾ അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തി. യേശു അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാവുക. അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. ഇത് രണ്ടും പറയുന്നതിന് മുമ്പ് യോഹന്നാൻ രേഖപ്പെടുത്തി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രമത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. യേശുവിൻ്റെ അമ്മ മറിയം തിരുക്കുടുംബമാണ്. ആ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ്. തീർച്ചയായും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, സായാഹ്നങ്ങളിൽ ആ അമ്മയോടൊപ്പം പ്രാർത്ഥനകൾ ഉണ്ടാവണം, ജപമാലകൾ ഉയരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ച് പഠിക്കട്ടെ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സങ്കടങ്ങളിലൂടെ ആരോടും പറയാനാവാത്ത വ്യാകുല മുറിവുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. മറക്കരുത്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടാകട്ടെ. 2, യേശു അവിടെ ഉണ്ടായിരുന്നു. ഓർക്കണം, യേശു എന്ന് പറയുന്ന ഒരു കുടുംബജീവിതത്തിൽ ദിവ്യകാരുണ്യമാണ്. മനസ്സിൻ്റെ കനത്ത അടികളെ ശുദ്ധീകരിക്കുന്നത് ഈ ദിവ്യകാരുണ്യനാഥനാണ്. അതുകൊണ്ട് യേശു അവിടെ ഉണ്ടാകട്ടെ, ദിവ്യകാരുണ്യം അവിടെ ഉണ്ടാവട്ടെ. തൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ ഇത്തിരിയൊക്കെ അസ്വസ്ഥതകളുള്ള ഒരു ഭർത്താവിനോട് പുതിയതായി വന്ന വികാരിയച്ഛൻ പറഞ്ഞു, എന്നോട് പരാതി പറയാൻ നീ വരരുത്. ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും അരമണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കണം. 1 മണിക്കൂർ ഇരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ശാന്തതയുണ്ട്. യേശു അവിടെ ഉണ്ടാവണം. 3, ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെന്ന് പറയുന്നത് അപ്പസ്തോലന്മാരാണ്, സഭയാണ്. ഒരു കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്താൻ ഈ 3 ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയോട് ചേർന്ന് നടക്കാൻ, സഭയിൽ കുടുംബത്തിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ അങ്ങ് ചേർത്ത് വളർത്താനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃത്വത്തിലേക്കും പിതൃത്വത്തിലേക്കുമൊക്കെ ഒരുക്കി വിടുന്ന ഇടമായിട്ട് വീട് മാറാൻ ജാഗ്രത പുലർത്താം. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഇടമായി മാറട്ടെ. ആമേൻ. നല്ലൊരു കഥയുമായി നിഷ ചേച്ചി എത്തിയിട്ടുണ്ട്. കാണാം പോസിറ്റീവ് വൈബ്സ്.
പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിടത്ത് വളരെ ജനക്ഷേമ തൽപരനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളെ നേരിട്ട് സന്ദർശിക്കുകയും അവരുടെ ക്ഷേമങ്ങൾ നേരിട്ട് അന്വേഷിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. വളരെ നന്നായി ജനങ്ങളെ പരിപാലിച്ചിരുന്ന ഒരാൾ. ഗ്രാമങ്ങൾ തോറും സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക പതിവായിരുന്നു. അത്തരമൊരു സന്ദർശനത്തിനിടയിൽ ഒരു ഗ്രാമത്തിൽ വെച്ച് രാജാവിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ബട്ടൺ പൊട്ടിപ്പോയി. അത് വീണ്ടും തുന്നിച്ചേർക്കാൻ ആ ഗ്രാമത്തിലെ തയ്യൽക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടുവരാനായി അദ്ദേഹം ഭടന്മാരെ പറഞ്ഞയച്ചു. ആ ഗ്രാമത്തിലുണ്ടായിരുന്നത് ഒരേ ഒരു തുന്നൽക്കാരനായിരുന്നു. അയാൾക്ക് ഒരു കൊച്ചു കടയും ഉണ്ടായിരുന്നു. അയാൾ രാജസന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു. രാജാവിൻ്റെ ആവശ്യപ്രകാരം പെട്ടെന്ന് തന്നെ അദ്ദേഹം രാജാവിൻ്റെ കുപ്പായത്തിൻ ബട്ടൺ തുന്നിപ്പിടിപ്പിച്ചു. താൻ ചെയ്ത പ്രവൃത്തിക്ക് എന്താണ് വേണ്ടത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുന്നൽക്കാരൻ ഭയപ്പെട്ടു. താൻ ചെയ്തത് വളരെ ചെറിയൊരു പ്രവൃത്തിയാണെന്നും അതിന് കൂലിയൊന്നും അർഹിക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടാൻ രാജാവ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. ബട്ടൺ രാജാവിൻ്റെ തന്നെയാണ്. തൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് നൂല് മാത്രമാണ്. മാക്സിമം ചോദിക്കാവുന്നത് 2 രൂപയാണ്. എങ്കിലും അത് ചോദിക്കുവാൻ തുന്നൽക്കാരൻ ഭയപ്പെട്ടു. കാരണം ഇത്രയും ചെറിയൊരു പ്രവൃത്തിക്ക് രാജാവിനോട് 2 രൂപ ആവശ്യപ്പെട്ട താൻ ആ പ്രദേശവാസികളുടെ ഇടയിൽ നിന്ന് വലിയ തുക ഈടാക്കുന്നുണ്ടാവും എന്ന് രാജാവ് കരുതിയെങ്കിലോ എന്നായിരുന്നു തുന്നൽക്കാരൻ്റെ ഭയം. തുന്നൽക്കാരൻ മടിച്ച് ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി രാജാവിനോട് 2 രൂപ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും തുന്നൽക്കാരൻ്റെ മനസ്സിൽ ഭയമായിരുന്നു. രാജാവാകട്ടെ അയാൾക്ക് 2 ഗ്രാമങ്ങൾ സമ്മാനമായി നൽകി. ദൈവത്തോട് നമ്മൾ നടത്തുന്ന പല പ്രാർത്ഥനകളും ഈ തുന്നൽക്കാരൻ രാജാവിനോട് നടത്തുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ചിന്തകളിലും നമ്മുടെ സങ്കല്പങ്ങളിലും നിന്നുകൊണ്ടാണ് ദൈവത്തോട് പലതും നമ്മൾ പ്രാർത്ഥിക്കാറ്. ദൈവത്തിന് എന്ത് ചെയ്തു തരാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. മറിച്ച് നമ്മുടെ കുറവുകളിലേക്കും അയോഗ്യതകളിലേക്കും പരിമിതികളിലേക്കും നോക്കിയാണ് നമ്മൾ പലതും ചോദിക്കുന്നത്. അതുതന്നെയാണ് പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാനും കാരണം. മറ്റു ചിലപ്പോഴാകട്ടെ പല പ്രതിസന്ധികളും ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ചില വഴികൾ നമ്മൾ തന്നെ ദൈവത്തിന് പറഞ്ഞു കൊടുക്കും. ആ വഴികളിലൂടെ ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഒരുപാട് വഴികൾ ദൈവത്തിന് മുമ്പിലുണ്ടെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്ത് ഒരുപാട് നൽകാൻ കഴിവുള്ളവനാണ് ദൈവം എന്നും ചിന്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നിറവ് അവസാനിക്കുമ്പോൾ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നീ ചെയ്യുന്നത് നന്നായി ചെയ്യുക, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ യത്നിക്കുക, ഞാൻ നിനക്ക് പ്രതിഫലം തരും. അടുത്ത ദിവസം പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുക്കുരിശിന്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെൻ്റെ മുറിവുകൾ മാഞ്ഞു